വന്യമൃഗാക്രമണത്തിൽ ആസ്തികൾ നഷ്ടപ്പെട്ടാൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം അനുവദിക്കാൻ പുതിയ മാനദണ്ഡങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അന്തിമരൂപം നൽകി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തീവ്രത കണക്കിലെടുത്ത് 2024 മാർച്ച് 6 ചേർന്ന മന്ത്രിസഭായോഗം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് 2024 മാർച്ച് 7 മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു. മനുഷ്യമൃഗ സംഘടനകൾ പ്രതിരോധിക്കുന്നത് ആസൂത്രണം ചെയ്യാനും കൈകാര്യം ചെയ്യാനും പ്രതികരിക്കുവാനും ലഘൂകരിക്കാനുമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വന്യമൃഗ സംഘർഷത്തെ പ്രതിരോധിക്കുന്നതിനിടയിൽ കിണറുകൾ, വളപ്പിലെ മതിൽ, വേലികൾ, MSME യൂണിറ്റുകൾ തുടങ്ങിയ ആസ്തികൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ പരമാവധി 1 ലക്ഷം രൂപ വരെ SDRF-ൽ നിന്ന് അനുവദിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വനംവകുപ്പിൽ സംസ്ഥാന തലത്തിലും ഡിവിഷൻ തലത്തിലും കൺട്രോൾ റൂമുകളും രൂപീകരിക്കും. ഇതിനായി 3,72 ലക്ഷം രൂപയ്ക്കുള്ള നിർദ്ദേശവും അംഗീകരിച്ചു. സംസ്ഥാന വനം എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ഡിവിഷണൽ വനം എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നിവയുടെ പ്രവർത്തന ചെലവും വാർഷിക പരിപാലന ചെലവും വനംവകുപ്പിന്റെ നേതൃത്വത്തിലാവും വഹിക്കുക. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.